ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ അവിടുത്തെ മരിച്ച സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി അവിടെ സംസാരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആദ്യം വളരെ വേഗം സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം തത്സമയ സംപ്രേഷണത്തിലേക്ക് പോയ ശേഷം മോർണിംഗ് വൈബ്സിലേക്ക് തിരികെ എത്താം. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക്. സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മധൈര്യം പകരാനും വേണ്ടിയുള്ള ഒരു സന്ദർശനം മാത്രമാണ്. ഇന്നലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം നടത്തിയ സമരത്തിന്റെ ഒടുവിൽ ഉപവാസം അവസാനിപ്പിക്കുന്നതിനും പങ്കെടുത്തിരുന്നതാണ്. തീർത്തും അവരുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുന്ന വളരെ നികൃഷ്ടമായ പൈശാചികമായ ഒരവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിൽ എത്രയോ വർഷമായിട്ട് നമ്മളിത് കാണുന്നു അല്ലേ. ഓടിച്ചിട്ടെറിയുന്നു, ആറ്റിൽ ചാടിയതിനു ശേഷം എറിഞ്ഞു കൊല്ലുന്നു. സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായമാണ്, സ്നേഹം പാകി വളർത്തേണ്ട പ്രായമാണ്. വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം, അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്തോ തെറ്റ് ചെയ്തിട്ടാണല്ലേ. എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതുമാണ്, നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ച്യൂതികളും ശോഷണങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു തിരിച്ചടി ശക്തമായിരിക്കും. അതിന് ഒരു രാഷ്ട്രീയത്തിന്റെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. സമൂഹത്തിന്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെർമെന്റിങ് പ്രോസസ്സിലാണ്. ആ ഒരു ഫെർമെന്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൻ്റെ കൂടെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും നിൽക്കണം. ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPMന്റെ ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് കരുതുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.